إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله നാമൊക്കെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നവരാണ്. അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ ആ വിളി കേട്ട് പെട്ടെന്ന് തന്നെ മറുപടി നൽകാനും ശ്രദ്ധിക്കുന്നവരാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ നിലപാടുള്ള നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും ആദരവ് നൽകിയാണ് മനുഷ്യരെന്ന നാമെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ഏറെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയും ചെയ്തു. ഈ ജീവിതം നമുക്ക് കനിഞ്ഞു നൽകിയ അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിൽ നാം എവിടെ നിൽക്കുന്നു എന്നാണ് നാം ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ പറയുമായിരുന്നു, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ വിളിക്കിത ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. യഥാർത്ഥ ജീവിതം പരലോകത്തെ ജീവിതമാണ് എന്ന് അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യും. ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഈ ലഫ്ളിനെ കുറിച്ച് പറഞ്ഞത്, ആദിഹി കലിമത്തുൻ സ്വദറത്ത് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അൻഉമി ഹാലിഹി യൗമൽ ഹജ്ജി അറഫ വഫി അശദ്ദി ഹാലിഹി യൗമൽ ഖന്ദഖ്. രണ്ട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ വന്നു. ഒന്ന്, ഏറ്റവും നല്ല സന്തോഷകരമായി ഒട്ടേറെ അനുയായികൾ കൂടെയുള്ള തൻ്റെ ഹജ്ജിൻ്റെ സമയം അറഫയിൽ വെച്ചൊരിക്കൽ, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ വിളിക്കിത ഞാൻ ഉത്തരം നൽകുന്നു. യഥാർത്ഥ ജീവിതം പരലോകത്താണ്. മറ്റൊരു സന്ദർഭം, ഖന്ദക്കിൻ്റെ ദിവസം കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല, പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്. ശത്രുവിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു നേരിട്ട യുദ്ധം ഖന്ദക് യൗമുൽ അഹ്സാബ്.
ആ സന്ദർഭത്തിലും റസൂലുള്ള പറഞ്ഞു, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ. ഇത് സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്. ഒരിക്കൽ റസൂലുള്ള ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹജ്ജ് അഫ്ളൽ, പ്രവാചകരെ ഹജ്ജിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്? അതിന് റസൂലുള്ള നൽകിയ മറുപടി, അൽ അജ്ജു വസ്സജ്ജു. ഹജ്ജ് ഐനാണ്. അൽ അജ്ജു വസ്സജ്ജു, ഏറ്റവും ശ്രേഷ്ഠകരമായ ഹജ്ജ് അൽ അജ്ജു വസ്സജ്ജു. എന്താണ് ഹജ്ജ്? ഹുവ റഫ്ഉ സൗതി ബിത്തൽബിയ, തൽബിയത്ത് ഉറക്കെ പ്രഖ്യാപിക്കലാണ് ഹജ്ജ്. എന്താണ് സജ്ജ്? ഇസാലത്തു ദമിൽ ഹദായ, ഹജ്ജിൽ അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അവയുടെ രക്തമൊഴുക്കലാണ് സജ്ജ് എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ ജീവിതത്തിൽ റബ്ബിന് ഉത്തരം നൽകി അവന് മാത്രം ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ ഒരു സത്യവിശ്വാസിയുടെ എന്നുമുള്ള പ്രഖ്യാപനം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് നമ്മുടെ ഒരു പ്രതിജ്ഞയാണ്. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ല. ഇതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ മുസ്ലിം ഞാനാണ് എന്നാണ് അതിൻ്റെ പ്രഖ്യാപനം. ഉംറ എന്ന കർമ്മം നിർവഹിക്കാൻ ഇഹ്റാമിൽ പ്രവേശിച്ചതു മുതൽ വിശുദ്ധ കഅബാലയം കാണുന്നതുവരെയും, ഹജ്ജ് കർമ്മങ്ങളിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി ജംറകളിൽ എറിയുന്നതുവരെയും അധികരിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അതൊന്ന് മനസ്സിലൊന്ന് ആവർത്തിച്ചു നോക്കിയാൽ അത് ഏറെ ചൊല്ലാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടും. ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ അതിൽ മുഴുകുന്ന ഓരോരുത്തരും അത് അധികരിപ്പിക്കണമെന്നതാണ് പ്രവാചക ചര്യ. ഇതിലൂടെ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിളിക്ക് അടിമ നൽകുന്ന സമ്പൂർണമായ മറുപടിയാണ് തൽബിയത്ത്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ബോധ്യപ്പെടുത്തി അവൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് തൽബിയത്ത്. തൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന അംഗീകാരമാണ് തൽബിയത്ത്. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടത് അഅ്ലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ് വഅഅ്ലമു മാ ഉസിയ ബിഹി അശ്ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് തൗഹീദ് എന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗൗരവമേറിയ തിന്മയാണ് ഷിർക്ക്. ആ തൗഹീദിന്റെ പ്രഖ്യാപനം തൽബിയത്തിലുണ്ട്. ആ ഷിർക്കിനെതിരെ ഞാൻ നിലകൊള്ളുന്നു എന്നതും തൽബിയത്തിലുണ്ട്. അതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിനക്കാണ്, എല്ലാ അധികാരവും നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. മക്കയിലെ മുശ്രിക്കുകളും ഹജ്ജ് നിർവഹിക്കാൻ വന്നു മക്കയിലേക്ക്, കഅബയുടെ അടുത്തേക്ക്. അവരും തൽബിയത്ത് ചൊല്ലിയാണ് വന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇല്ലാ ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവരുടെ തൽബിയത്ത് അങ്ങനെയാണ്. ആദ്യം തൗഹീദ്, പിന്നെ ആ പറഞ്ഞ തൗഹീദിന് നേരെ എതിര് പറയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേൾക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക്. അതിന്റെ കൂടെ പറയുന്നതോ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, നിനക്കൊരു പങ്കുകാരനുമില്ല. നിനക്കുത്തരം നൽകിയാണ് ഞങ്ങൾ വന്നത്, പക്ഷേ നിനക്കൊരു പങ്കുകാരനുണ്ട്. തംലികുഹു വമാ മലക, ആ പങ്കുകാരനെ ഉടമപ്പെടുത്തിയത് നീയാണ്,
ആ പങ്കുകാരന് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിന്റേതാണ്. നോക്കൂ നിങ്ങൾ, പച്ചയായ ഷിർക്ക്. ഈ ഷിർക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഖേദകരം. അതിനെതിരിലാകണം തൽബിയത്ത് ഉരുവിടുന്ന ഓരോരുത്തരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. നോക്കൂ നിങ്ങൾ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഒരു മുസ്ലിം പറയുമ്പോൾ ആ മുസ്ലിമിനും അള്ളാഹുവിനും ഇടയിൽ ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ ലാ നബിയുൻ മുർസൽ, അള്ളാഹ് നിയോഗിച്ച ഒരു നബിയില്ല. വലാ മലക്കുൻ മുഖറബ്, അള്ളാഹുവിന്റെ സാമീപ്യം നേടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മലക്കില്ല. വലാ ഷഹീദുൻ, ഒരു ഷഹീദില്ല. വലാ വലിയുൻ, ഒരു വലിയുമില്ല. വലാ സ്വാലിഹുൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളുമില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിക്കുമ്പോൾ ആ മുസ്ലിമിനും അള്ളാഹുവിനോടല്ലോ അവൻ വിളിച്ചു പറയുന്നത്. ആ അള്ളാഹുവിനുമിടയിൽ മധ്യവർത്തികളില്ല, പങ്കുകാരില്ല, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ല. അള്ളാഹുവല്ലാത്ത ഒരാളോട് നേരിട്ടുള്ള പ്രാർത്ഥനയുമില്ല. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാര ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കഴിഞ്ഞാൽ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹമലത്തുൽ അർശി വമൻ ഹൗലഹു, ഹർഷ് വഹിക്കുന്ന മലക്കുകളും ആ അർശിനു ചുറ്റും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുമാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാര അഫ്ളലുൽ ബശർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് പോലുമില്ല ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഫളലൻ അൻ ഗൈരിഹിം, എന്നിട്ടല്ലേ അതിന് താഴെയുള്ളവർ. ഇങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ അഖീദ ശരിയാക്കേണ്ടത്. അള്ളാഹുവിന്റെ കൂടെ പലരുമുണ്ട് എന്നതാണ് ഷിർക്ക്. അള്ളാഹിന്റെ കൂടെ ഇന്നോലുണ്ട്, അവർക്ക് ഇന്ന കഴിവുകളുണ്ട് എന്ന് സമർത്ഥിക്കുന്നത് പച്ചയായ ഷിർക്കാണ്. ആ ഷിർക്കിനെതിരിലാണ് ഒരു വിശ്വാസി തൽബിയത്ത് ഉരുവിടുമ്പോൾ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് പറയാൻ പറഞ്ഞു, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെങ്കിൽ ആ സന്താനത്തെ ആരാധിക്കുന്ന, ആ സന്താനത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒന്നാമൻ ഞാനാകുമെന്ന് മുഹമ്മദ് നബിയെ അവരോട് പറയൂ. പക്ഷേ ആ റബ്ബിന് സന്താനമില്ല, ആ റബ്ബിന് കൂട്ടുകാരില്ല, ആ റബ്ബിന് ഒരു പങ്കാളിയുമില്ല. ഇതാണ് തൗഹീദിന്റെ കാതൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്തുകൊണ്ടാണ്? അവനാണ് അധികാരം, അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നത്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, ചെറുതാവട്ടെ വലുതാവട്ടെ, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, നിങ്ങൾ കണ്ടനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ കാണാതെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ കൊട്ടിത്തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും അവന് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുൽഹിറൂൻ. അവനാണ് ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാ സ്തുതിക്കും അർഹൻ അവനാണ്. വഅശിയൻ വഹീന തുൽഹിറൂൻ, വൈകുന്നേരങ്ങളിലും ഉച്ചതിരിയുന്ന സമയങ്ങളിലൊക്കെ അവനാണ് സർവസ്തുതിയും. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ, ഫസബ്ബിഹ് അത്റാഫൻ നഹാരി, പകലിന്റെ അറ്റങ്ങളിൽ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ച് അവനെ പ്രകീർത്തിച്ച് അവനെ ഇബാദത്തിൽ മുഴുകണം. ലഅല്ലക തർലാ, എന്നാൽ ആ അള്ളാന്റെ തൃപ്തി നേടി നിനക്ക് ഇവിടെ ജീവിക്കാം, അങ്ങനെ മരിക്കാം. അതിനാണ് ഒരു വിശ്വാസി തയ്യാറാകേണ്ടത്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന തൽബിയത്തിന്റെ സന്ദേശം, അത് ഹജ്ജ് ഉംറ നിർവഹിക്കുന്നവർ ആ തൽബിയത്തിന്റെ പ്രഖ്യാപനം കൂടുതൽ നിർവഹിക്കുന്നു. അത് നിർവഹിക്കാൻ ബാധ്യതയില്ലാത്തവരുണ്ടാകാം, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, അവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർ. ഇനി നിർവഹിക്കാനുള്ളവർ, അവർക്കൊക്കെ എല്ലാവർക്കും, നിർവഹിക്കാനുള്ളവരും നിർവഹിക്കാൻ ബാധ്യതയില്ലാത്തവരുമൊക്കെ തൽബിയത്തിന്റെ ആദർശമാണ് ജീവിതത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിളി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം കേൾക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞൊരു കാര്യം, റഅയ്തു അജൂസൻ തതവല്ലഉ ഖബ്ല അൽ-ളുഹ്രി ബിദഖായിക
ലുഹറിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ലുഹറിന് വേണ്ടി ഒളുവെടുക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കൽ കണ്ടു. ഫസഅൽതുഹ, ഞാൻ അവരോട് ചോദിച്ചു, ഹൽ അദ്ദൻ, അല്ല ബാങ്ക് കൊടുത്തോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, അന അദ്ഹബു ഇലല്ലാഹി ഖബ്ല അൻ യുനാദീനി, ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ് അവൻ എന്നെ വിളിക്കുന്നതിന് മുമ്പ്. നോക്കൂ നിങ്ങൾ, ഒരു പക്ഷെ ഐഹിക ജീവിതത്തിൽ ഒരു വിനോദത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഒരു കളി കാണാൻ ഒരു പക്ഷെ കളിയുടെ സമയം നിശ്ചയിച്ച് അതിൻ്റെ മണിക്കൂറുകൾ മുമ്പ് ആ കളി കാണാൻ കാത്തിരിക്കുന്നവരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ദുനിയാവിലെ ഒരു കാര്യം ലഭിക്കാൻ ഒരു പക്ഷെ ഇന്ന സമയത്താണ് ആ കാര്യം വിതരണം ചെയ്യുക എന്നറിഞ്ഞാലും അതിൻ്റെ മണിക്കൂറുകൾ മുമ്പ് ക്യൂവിൽ നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും. അള്ളാന്റെ വിളി വരുന്നതിന് മുമ്പ് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന വിളി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആ വിളിക്ക് വേണ്ടി ഒരുങ്ങുന്ന എത്ര പേരുണ്ട്. ഇങ്ങനെ നമസ്കാരത്തിന് ഒരു ദിവസം എത്ര തവണ നാം വിളി കേൾക്കുന്നു. ആ വിളിക്ക് ഉത്തരം ചെയ്യാനുള്ള ബാധ്യത എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലും നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ തൽബിയത്തിന്റെ സന്ദേശം കേൾക്കുന്ന ഈ സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് നല്ല ജീവസുറ്റ സന്ദേശങ്ങളിലേക്ക് അള്ളാഹും റസൂലും വിളിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്യൂ എന്നാണ് അള്ളാഹ് വിശ്വാസികളോട് പറഞ്ഞത്. ആ ഉത്തരം ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. ഞാനും അള്ളാഹ് എന്ന് പറഞ്ഞാൽ മധ്യവർത്തികളില്ലാത്ത, ഇടയാളന്മാരില്ലാത്ത, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ലാത്ത തൗഹീദിന്റെ ശുദ്ധമായ കാതൽ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. അതിലാണ് ഇഹപര വിജയം എന്ന് നാം അറിയുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചെറിയ ഒരു അധ്യായമാണെങ്കിലും വലിയ മഹത്തായ സന്ദേശങ്ങൾ ആ അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഹൗലുൽ കൗസർ, ഏറ്റവും മഹത്തായ അനുഗ്രഹം. ഹൗലുൽ കൗസറിന് അൽ ഖൈറുൽ കസീർ, ജീവിതത്തിൽ ലഭിച്ച ഒട്ടേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ, ആ കൗസറിന് അങ്ങനെയും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും വൻഹർ, നീ ബലി അറുക്കുകയും ചെയ്യുക. നമസ്കാരത്തിന്റെ കൂടെ നമ്മളൊക്കെ അത് എണ്ണിപ്പറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസുഖി, ഇത് പറയാത്ത ആരുമില്ല. എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ബലി അറുക്കാത്തവർ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരരുത്, അടുക്കരുത് എന്നാണ് കൽപ്പനയുള്ളത്. നമ്മുടെ സാമ്പത്തിക ശേഷി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. ബലി അറുക്കുന്ന കാര്യത്തിൽ അള്ളാഹു ആടല്ലാത്ത മൃഗങ്ങളിൽ 7 വരെ ഷെയർ ചെയ്യാനും പറഞ്ഞു. ആ ഷെയർ ചെയ്യാൻ കൽപ്പിച്ചതെന്താ? പരമാവധി ആളുകൾ ബലിയെറുക്കണം എന്നതുകൊണ്ടാണ്. നമ്മുടെ കൈകളിലുള്ള ഫോണുകൾ, നാം ധരിച്ച വസ്ത്രങ്ങൾ, നാം ധരിച്ച ഷൂ, ചെരുപ്പ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ, അതൊക്കെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മറുപടി കിട്ടും. നമ്മുടെ മനസ്സ് നമ്മോട് പറയും, ഞാൻ ബലി അറുക്കണോ വേണ്ടേ. നമ്മൾ ഓടിക്കുന്ന വാഹനം, അതിൻ്റെ എണ്ണ തീരാറായി എന്ന് ആകുമ്പോഴേക്ക് നമ്മൾ എണ്ണടിക്കും, വില കൊടുത്ത് എണ്ണടിക്കും. ഫോണിൽ റീചാർജ് ചെയ്യാൻ അത് അവസാനിക്കാൻ കാത്തു നിൽക്കാറില്ല പലരും. ഇതൊക്കെ നിത്യോപയോഗ വസ്തുക്കളാണ്, ആവശ്യങ്ങളാണ്. ഞാനും നിങ്ങളും ഒരുപോലെ ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. അള്ളാഹു പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. സമ്പത്തുള്ളവനെ ബലിയെറുക്കണം എന്ന് പറയുമ്പോൾ
ആ കൽപ്പനയ്ക്ക് എതിരാവാൻ പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈദുൽ അൽഹയോടനുബന്ധിച്ച് ബലികർമ്മം എന്ന ഏറ്റവും വിശുദ്ധമായ സുന്നത്തുൻ മുഅക്കദ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ഈ ആരാധനയിൽ കൂടി എല്ലാവരും പങ്കാളിയാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സാമീപ്യം ഈ ഐഹിക ജീവിതത്തിൽ നേടിയെടുക്കുകയും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും റബ്ബിന്റെ തൃപ്തിയും സാമീപ്യവും നേടിയെടുത്ത് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.